പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 78 വർഷക്കാലമാകും. ഈ സ്വാതന്ത്ര്യദിനം നാം ആഘോഷിക്കുമ്പോൾ, ഇന്ത്യയിലുള്ളതായിരിക്കുന്ന ജനതകൾ ആഘോഷിക്കുമ്പോൾ, ഇന്ത്യയിലുള്ളതായിരിക്കുന്ന ജനതയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. ഈ സ്വാതന്ത്ര്യം ലഭിക്കുവാനായി നമ്മുടെ പിതാക്കന്മാർ വളരെ കഠിനാധ്വാനം ചെയ്യുവാനിടയായിത്തീർന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധി അതിനുവേണ്ടി ഒത്തിരി യത്നിച്ചതായിട്ടൊക്കെ നമുക്ക് അറിയുവാനിടയായി തീർന്നിട്ടുണ്ട്. അതുപോലെയുള്ളതായിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങൾ പറങ്കികളുടെ അടിയും ഇടിയും തോക്കിൻ്റെ മുൻപിലുള്ളതായിരിക്കുന്ന വെടിയുണ്ടകളും തങ്ങളുടേതായിരിക്കുന്ന ശരീരങ്ങളെ കീറിമുറിച്ചു കൊണ്ടുപോയപ്പോഴും അടിപതറാതെ മുൻപോട്ട് അവർ ഓരോ നിമിഷവും മുൻപോട്ട് യാത്ര ചെയ്തതുകൊണ്ട് ഇന്നായിരിക്കുന്ന നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്ത്യയിൽ ജീവിക്കുവാനായി കഴിയുന്നു. ഈ സന്തോഷം നാം ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ലോക ജനത അടിമത്തം അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ പാപത്തിൻ്റെതായിരിക്കുന്ന പടുകുഴിയിൽ ആണ്ടിൽ കടന്നതായ ലോക ജനത ആരാലും രക്ഷിക്കുവാൻ കഴിയാതെ, സ്വാതന്ത്ര്യം തരുവാൻ കഴിയാതെ വീർപ്പ് മുട്ടിക്കൊണ്ടിരുന്നതായ ജനത എങ്ങനെ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് നെടുവീർപ്പിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഉന്നതങ്ങളിൽ വസിച്ചിരുന്നത് ആ സർവശക്തനായ ദൈവം മനുഷ്യാവേഷം ധരിച്ച് താണ ഊഴിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉരുവാക്കിയ മനുഷ്യൻ അനുഭവിക്കുന്നതായിരിക്കുന്ന യാതനകൾ, വേദനകൾ, അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാനായി പിതാവാം ദൈവം തന്റെ ഓമനകുമാരനെ ഈ താണ ഊഴിയിലേക്ക് അയക്കുവാനിടയായി തീർന്നു. താൻ ഈ ഊഴിയോട് വേണ്ടതായിരിക്കുന്ന സദ്വർത്തമാനങ്ങൾ, അവർക്ക് വേണ്ടതായിരിക്കുന്ന സദുപദേശങ്ങൾ, മാതൃകകൾ കാട്ടിക്കൊടുത്ത് 33 തിരുവയസ്സിൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറിയുടെ നെറുകയിൽ അവൻ തകർക്കപ്പെടുവാനായി ഇടയായി തീർന്നു. ലോക ജനത ഇന്ന് അനുഭവിക്കുന്നതായിരിക്കുന്ന സന്തോഷം, ക്രിസ്തുവിൽ കൂടെ ലഭ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യം, അത് മനുഷ്യൻ നഷ്ടപ്പെടുത്തി വീണ്ടും പാപത്തിന്റെ പടുകുഴിയിലേക്ക് താണു വീണുകൊണ്ട് ഇരിക്കുമ്പോൾ ഈ സന്ദേശയാത്ര ഒരു കാര്യം വിളിച്ചറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പാപത്തിന്റെ പടുകുഴിയിലായിരിക്കുന്ന സ്നേഹിത, നിന്നെ രക്ഷിക്കുവാൻ കാൽവറിയുടെ നെറുകയിൽ തകർക്കപ്പെട്ട ഒരു കുഞ്ഞാടുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിൻഗാമിയായി നീ യാത്ര ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുവാനിടയായി തീരും. നിന്റെ ജീവിതത്തിന് പാപമോചനം ഉണ്ടാകുവാനായി ഇടയായി തീരും. ഇതൊരു മതപ്രസംഗമാക്കി മാറ്റുവാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം, ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ സമാധാനം, ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ സന്തോഷം, ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങളും ഇത് അനുഭവിക്കണമെന്നുള്ളതായിരിക്കുന്ന ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ വാഞ്ച. അതായതുകൊണ്ട് ഈ തെരുവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ആ സന്ദേശം, എന്റെ സ്നേഹിത, എന്റെ സഹോദര, എന്റെ സഹോദരി, നിങ്ങൾ ഇത് ഏറ്റെടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്ന് എനിക്ക് മുൻപേ ഒരു ചെറിയ കഥാപ്രസംഗം ഇവിടെ അവതരിപ്പിച്ച പൈതൽ പറഞ്ഞു, ഒരു കുടുംബത്തിന്റെ തകർച്ച എങ്ങനായിരുന്നു എന്നുള്ളത്.
അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും ധാർമ്മികമായിരിക്കുന്ന അധപ്പതനങ്ങളിലേക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരാലും വിടുവിക്കുവാൻ കഴിവില്ലാതെ, ആരാലും രക്ഷിപ്പാൻ കഴിവില്ലാതെ പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന് ഉഴലുന്ന സ്നേഹിത, ഈ സന്ദേശം നിന്റെ കുടുംബത്തിന് നിനക്കൊരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മദ്യപാനത്തിൽ നിന്ന് വിമുക്തി പ്രാപിക്കുവാൻ കഴിയാതെ 1 പെഗ് അടിച്ച് 2 പെഗ് അടിച്ച് 3 പെഗ് അടിച്ച് അത് ബോട്ടലിലേക്ക് മാറി അത് തെരുവിൽ വീണ് തങ്ങൾ അധ്വാനിക്കുന്നതായ പണം മുഴുവനും അനാവശ്യമായി ചെലവഴിച്ച് കുടുംബത്തിന്റെ അകത്തളത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആയിരിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിത, ഇന്ന് പകൽക്കാലം നമ്മുടെ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം അനുഭവിച്ച് ഈ സന്തോഷം അനുഭവിക്കുന്ന ഈ സുദിനത്തിൽ നിന്റെയും എന്റെയും കുടുംബത്തിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണം, ഒരു സമാധാനം ഉണ്ടാകണം, ഒരു സന്തോഷം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഞാൻ പാപിയാണ്, ഈ പാപത്തിന്റെ ഈ പടുകുഴിയിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ ആരാലും കഴിയാതെ ഇരുന്നപ്പോൾ എനിക്ക് വേണ്ടി കാൽവരിയുടെ നെറുകയിൽ തകർക്കപ്പെട്ട ഒരു കുഞ്ഞാടുണ്ട്, ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവന്റെ രക്തം എന്റെ പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവനിൽ നാം ഏറ്റുപറയുമ്പോൾ, അവനെ കർത്താവായി നമ്മുടെ അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറയുമ്പോൾ അവന്റെ മകനായി തീരുവാൻ ഇടയായി തീരും. അവന്റെ മകനായി തീർന്നാൽ, അവന്റെ പൈതലായി തീർന്നു കഴിഞ്ഞാൽ പാപത്തിന്റെ പിന്നാലെ പോകുവാൻ ഇടവരികയില്ല. ആ സന്തോഷം നമ്മുടെ മേൽ അവൻ പകർന്നു തരികയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മെതുമേൽ ദേശത്തോട് വിളിച്ചു പറയട്ടെ, ഞങ്ങൾ അനുഭവിക്കുന്നതായ ഈ സന്തോഷ മാർഗത്തിലേക്ക്, ഈ സ്വാതന്ത്ര്യത്തിലേക്ക് ഇവിടെ ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ കവലപ്രസംഗം ഇവിടെ പര്യവസാനിപ്പിച്ച് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ഏവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം അനുവദിച്ച ദൈവദാസന്മാർക്ക് വന്ദനം ചൊല്ലുന്നു. ദൈവം സഹായിക്കട്ടെ.